ഹായ് നമസ്തേ സുഹൃത്തുക്കളെ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഇവിടെ മധ്യ തിരുവിതാംകൂറിലെ കോഴഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ്. സെൻറ്റ് ജോർജ് എന്ന മഹത്തായ ഒരു പ്രസ്ഥാനം, അത് വർഷങ്ങളായിട്ട് ഇവിടെ അവരുടെ ബിസിനസ് തുടരുന്നു. കോഴഞ്ചേരി എന്ന സ്ഥലമാണ് അതിപുരാതനമായ ഒരു സ്ഥലം. പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പമ്പയാറിനോട് ചേർന്ന് മാരാമൺ പാലത്തിന് ശേഷം കോഴഞ്ചേരി ടൗൺ തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ പത്തനംതിട്ട ജില്ലയിലെ ഈ പ്രശസ്തമായ സ്ഥാപനം സെൻറ്റ് ജോർജ് ഉടമസ്ഥതയിലുള്ള ധാരാളം സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. ഹോട്ടൽ, അതുപോലെ മെഡിക്കൽ ഷോപ്പ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ സെൻറ്റ് ജോർജ് ബേക്കറിയാണ് വളരെ അതിപുരാതനമായ ബേക്കറിയാണ്. അതിന് തൊട്ടു ബാക്ക് സൈഡിൽ തന്നെ ആണ് ഈ ഒരു ഹോട്ടൽ. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇന്ന് ഒരു നോൺ വെജ് ഫുഡ് കഴിക്കാൻ തന്നെയായിട്ട് തീരുമാനിച്ചുറച്ച് അങ്ങ് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ട്. എൻ്റെ വൈഫ്, ഭാര്യ ബിന്ദു, മകൾ പൂജ, എൻ്റെ അളിയൻ, ഭാര്യയുടെ ആങ്ങളി, ഭാര്യയും കുട്ടികളും. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്ന് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ സ്റ്റെയർ കേസ് കയറി അവിടെ ചെന്നപ്പോൾ കണ്ടത് ഇങ്ങനെ പല ഐറ്റങ്ങളുടെ പേരുകൾ ഇങ്ങനെ അലങ്കരിച്ച് എഴുതി വച്ചിരിക്കുന്നു. അവിടെ നിന്ന് താഴേക്ക് റോഡിലേക്ക് നോക്കിയുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഈ ഹോട്ടലിലെ ഫുഡ് സ്പെഷ്യൽ ഐറ്റം ഒരു അച്ചായൻസ് ചിക്കൻ കറി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. അതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ഫുഡ് കൂടി പറഞ്ഞ് നമുക്ക് ആഹാരം കഴിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അവരുടെ സീറ്റ് കൈയടക്കിയിരിക്കുകയാണ്. ഏറ്റവും കോർണറിൽ തന്നെ ഏറ്റവും ഇങ്ങേറ്റത്തൊരു സീറ്റ് ഞങ്ങൾക്ക് കിട്ടി. നീളത്തിലുള്ള ടേബിളാണ്. ഓർഡർ എടുത്തു. അപ്പോൾ തകൃതിയായിട്ട് മകളും ഒക്കെ ഇങ്ങനെ തിരയുകയാണ്. അവർക്ക് ടേസ്റ്റി ആഹാരം ഇഷ്ടമുള്ളത് എന്താണെന്ന്. കൊച്ചുകുട്ടികൾ അവരെ റിസോർട്ടൊക്കെ നോക്കി പറഞ്ഞു. എന്തായാലും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് അവരുടെ കിച്ചണാണ്. കിച്ചണിലെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്. ഞങ്ങൾ ആദ്യം തന്നെ ലൈം സോഡ പറഞ്ഞു. അത് ഫുൾ ഗ്ലാസ്സിൽ, നല്ല ഭംഗിയുള്ള രസകരമായ ഒരു ഗ്ലാസ്സിൽ കൊണ്ട് തന്നു. അത് കുറച്ച് സിപ്പ് ചെയ്ത് കുടിച്ചുകൊണ്ട് സ്റ്റാർട്ടർ പറഞ്ഞു. സ്റ്റാർട്ടർ നമ്മൾ ചിക്കൻ ടിക്കയാണ്. നല്ല വെന്ത, നല്ല മൊരിഞ്ഞ് ചിക്കൻ ടിക്ക ആവി പറക്കുന്ന കൊണ്ട് വെച്ചു. അത് സ്റ്റാർട്ടറായി കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സിപ്പ് ജ്യൂസ് കുടിക്കാം. ചിയേഴ്സ്. കൊള്ളാം. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോൾ സാധാരണ ഇങ്ങനെ ലൈം സോഡ ജ്യൂസ് പറയാറുണ്ട്. കാരണം സോഡ ഇല്ലെങ്കിലും ലൈം ജ്യൂസ് അത് വളരെ നല്ലതാണ്, ഭക്ഷണം ദഹിക്കാനും ഒക്കെ ആയിട്ട്. അപ്പം സ്റ്റാർട്ടർ കഴിച്ച് തുടങ്ങുകയാണ്. ഈ സ്റ്റാർട്ടർ സാധാരണ കഴിക്കുമ്പം നമുക്ക് വളരെ രുചികരമായിട്ട് തോന്നിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും സ്റ്റാർട്ടർ മറ്റ് ഫുഡിനെക്കാട്ടി രുചികരമായിട്ട് തോന്നുന്നുണ്ട്. ആദ്യം കഴിക്കുന്ന ഭക്ഷണമായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ. അളിയൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കമൻറ്റ്, ബിയർ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. ഇത് ഞങ്ങൾ സാധാരണ ഹോട്ടലിലാണ് കയറിയിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ കൂടെ തന്നെ ചില്ലി ബീഫ് പറഞ്ഞു. അതിൽ എനിക്കിഷ്ട ഭക്ഷണമൊന്നുമല്ല. എന്നാലും ഇപ്പോൾ ചില്ലി ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറയായിരുന്നു. ഇപ്പം വന്നത് സ്റ്റാർട്ടാണല്ലോ. അപ്പം അതിന് ശേഷം ചില്ലി ബീഫും ഓർഡർ ചെയ്തിരിക്കുന്നത് അച്ചായൻസ് ചിക്കൻ കറി സ്പെഷ്യൽ, റുമാലി റോട്ടി, സാദാ റോട്ടി, ഇങ്ങനെ ഐറ്റംസൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ വന്നു കഴിഞ്ഞു. സർവിങ് ഒക്കെ വളരെ സ്റ്റൈലിൽ തന്നെയാണ്. നന്നായിട്ട് അവർ സെർവ് ചെയ്യുന്നുണ്ട്. നല്ല ഹോസ്പിറ്റാലിറ്റി സർവീസ്. ചില്ലി ബീഫ് അവിടെ ഇരിക്കുന്നു. അച്ചായൻ സ്പെഷ്യൽ ചിക്കൻ കറി ഇരിക്കുന്നു. റോട്ടി, റുമാലി റോട്ടി ഒക്കെ എത്തിക്കഴിഞ്ഞു. അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. റുമാലി റോട്ടി തന്നെ ആദ്യം പിച്ചി എടുത്തു കഴിക്കാനായിട്ട്. റുമാലി റോട്ടി കൂട്ടി ചൈനീസ് ചിക്കൻ കറി സ്പെഷ്യൽ ഇവിടുത്തെ സാധനമാണ്. അത് തന്നെ കഴിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നു.
എന്തായാലും നല്ല ആയിരിക്കണം അല്ലേ, ഇത് നന്നായിരിക്കണം, കാരണം സ്പെഷ്യൽ ഐറ്റം അല്ലേ. എന്തായാലും തുടങ്ങാം. കൊള്ളാം കൊള്ളാം. എന്തായാലും ഇതൊക്കെ മോശമാകാതിരിക്കത്തില്ല. മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ ഫുഡുകളൊക്കെ, അത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് ഉണ്ടാക്കുന്ന ഫുഡുകൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ നന്നായി തന്നെ ഇരിക്കും, യാതൊരു സംശയവുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ വന്നൊന്ന് കഴിക്കുക ഒരു സുഖമാണ്. അപ്പം ഇങ്ങനെ എല്ലാവരും അത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ നല്ല മഴയുള്ള സമയമാണ്. ഞങ്ങൾ വന്നപ്പോൾ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചാറ്റൽ പോലെ. അപ്പോൾ ആ മഴ ഇപ്പോഴും ഉണ്ട്. സുഖകരമായ അന്തരീക്ഷം, അതുകൊണ്ട് ഒരു AC ക്ലൈമറ്റ്. AC ഇടാതെ തന്നെ AC ക്ലൈമറ്റാണ്. ഇതാ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടുണ്ട്. ബേസിൽ നട്ട്സ് ചീസ് കേക്ക്. കൊള്ളാം, കാണാൻ തന്നെ കാഴ്ചയിൽ തന്നെ നല്ല രസമുണ്ട്. എടുത്ത് തിന്നാൽ കൊള്ളാമെന്ന് തോന്നുന്നില്ലേ. 2 പറഞ്ഞുള്ളൂ. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി, കുറച്ച് പിള്ളേരുടെ തട്ടിപ്പറിച്ച് കൊള്ളാമെന്ന് പറയുന്നു. ഇതാ കൊച്ചു മോളുടെ വക, അളിയൻ്റെ മോളാണ്. അപ്പം ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു, വളരെ തൃപ്തിയായിട്ട് അവിടെ നിന്നിറങ്ങാണ്. അപ്പം ഇത് ഞായറാഴ്ചയായിരുന്നു, വളരെ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ടേബിളൊക്കെ ഫുള്ളായിരുന്നു. ഞങ്ങളും കാലിയാക്കി ഇറങ്ങുകയാണ് 10 മണിയോടുകൂടി.